ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ? ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ? എന്തൊക്കെയാണ് അവരുടെ ഫീലിങ്സ് ഉണ്ടോ? നിങ്ങളെ കാണാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനായിട്ടൊക്കെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു മിസ് ഫീലിങ്സ് അവർക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണ് മിസ് ചെയ്യുന്നുണ്ടോ നിങ്ങളെ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, മാസ്റ്റർ കാർഡ്, ഇത് ടെമ്പറൻസ് കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നോക്കുമ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടും ഇപ്പോൾ ഒരു സെപ്പറേഷനിലോ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട്, ലെസ് കോണ്ടാക്ട്, ആ ഒരു നല്ല രീതിയിലല്ല ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. കൂടുതൽ ആളുകൾക്കും ഇതൊരു സെപ്പറേഷനിലുള്ള റിലേഷൻഷിപ്പാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ കാർഡുകളെല്ലാം ചേർത്ത് നോക്കുമ്പോൾ ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവർ നിങ്ങളെ ശക്തമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു കാര്യം തുറന്ന് സമ്മതിക്കാതെയും അല്ലെങ്കിൽ തുറന്ന് പ്രകടിപ്പിക്കാതെയും ഒക്കെ അവരിങ്ങനെ മാറി നിൽക്കുന്നു. അത് കുറച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ അവരെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ 1 by 1 നമുക്ക് കാർഡുകൾ നോക്കാം എന്താണ് എന്നുള്ളത്, ഡീറ്റെയിൽസിലേക്ക് പോകാം. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ഏസ് ഓഫ് സോഡ്സും അതുപോലെ തന്നെ 3 of Swords ആണ്. അപ്പോൾ ഈ ഒരു കാർഡുകൾ പറയുന്നത് ഒരു വേർപിരിയലിന് ശേഷം, നിങ്ങളുടെ സെപ്പറേഷന് ശേഷം അവരുടെ മനസ്സിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അവർക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ എത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എത്ര പ്രധാനമായിരുന്നു, അല്ലെങ്കിൽ സ്പെഷ്യൽ പ്ലേസ് ആണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് അവരുടെ ലൈഫിൽ എന്നുള്ളൊരു കാര്യം, ഇമ്പോർട്ടൻസ് അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു 3 of Swords കാണിക്കുന്നത് വളരെയധികം ഒരു ഹൃദയവേദന ഇപ്പോഴും അവർക്കുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഇല്ലാത്ത ആ ഒരു മനസ്സ്, അവിടെ ഒരു ശൂന്യതയാണ്, അവർക്കത് താങ്ങാനായിട്ട് കഴിയുന്നില്ല. ആ ഒരു ശൂന്യത പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അവർ പരമാവധി നിങ്ങളില്ലാതെ ആ ഒരു ശൂന്യത നികത്തി പോകാൻ പറ്റുമോ എന്ന് എല്ലാ തരത്തിലും ശ്രമിച്ചു നോക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ അവർക്ക് മിസ് ചെയ്യുന്നത് ആ ഒരു സ്നേഹം മാത്രമല്ല, നിങ്ങളോടുള്ള ആ ഒരു എന്താ പറയുക, ഒരു ആത്മബന്ധം അല്ലെങ്കിൽ ഒരു സോൾ കണക്ഷൻ എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലുള്ള ആ ഒരു സംഭവമാണ് അവർ മിസ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളോടുള്ള ഒരു അട്രാക്ഷനോ റൊമാൻറ്റിക് ഫീലിങ്സോ അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യും ആ ഒരു സ്നേഹം കൊണ്ടുള്ള മിസ്സിങ്, അത് മാത്രമല്ല എന്തോ ഒരു ആത്മാവ് തമ്മിലുള്ള, സോളുകൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, ആ ഒരു ബോണ്ട് മിസ് ചെയ്യുന്നതായിട്ട് അവർക്ക് വളരെയധികം ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ചാരിയോട്ട് കാർഡും 7 of Swords ആണ്. അപ്പോൾ അവർ ഇവിടെ മുന്നോട്ട് പോകാനായിട്ട് പലപ്പോഴും ശ്രമിക്കുന്നുണ്ട്. പുറമെ അവർ ശക്തമായിട്ട് അവർ സ്ട്രോങ് ആണ്, എനിക്ക് യാതൊരു പ്രശ്നങ്ങളോ ഇല്ല, ഈ ഒരു സെപ്പറേഷൻ വന്നാലോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ഇല്ലാത്ത സമയത്തൊന്നും എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ വളരെ സ്ട്രോങ് ആണ് എന്ന രീതിയിൽ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് അവർ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ ഈ ഒരു 7 of Swords പറയുന്നത് അവരുടെ യഥാർത്ഥ ഫീലിങ്സുകൾ മറച്ചു വെക്കുന്നു എന്നുള്ളതാണ്. അവർ ആ ഒരു ഫീലിങ്സുകൾ ഒളിച്ചു വെച്ചിട്ട് പുറത്ത് വളരെ ഹാപ്പിയായ രീതിയിൽ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഞാൻ ഓക്കെയാണ്, ഞാൻ ശരിയാണ് എന്ന് കാണിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും ഉള്ളിൽ അവർ നിങ്ങളെക്കുറിച്ച് വളരെയധികം ആലോചിക്കുന്നു, നിങ്ങളെ മിസ് ചെയ്യുന്നു, നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ വരുന്ന കാഴ്ചകളിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷം, ഒരു തൃപ്തി, ഒരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു
പേഴ്സൺ ഏറ്റവും ഹാപ്പി ആയിട്ട് ഇരുന്ന സമയങ്ങൾ, നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കുറച്ച് സമയങ്ങൾ മാത്രമായിരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. വളരെയധികം ഒരു തൃപ്തി അവർക്കുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അവരുടെ മനസ്സ് നിറഞ്ഞതുപോലെ ഒരു ഫീലിങ്സ് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇപ്പോൾ അവർ ആ ഒരു പാസ്റ്റിലെ ഓർമ്മകളൊക്കെ വീണ്ടും വിസിറ്റ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു പാസ്റ്റിലെ ഓർമ്മകളിലൂടെ അവർ വീണ്ടും പുറകോട്ട് സഞ്ചരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒരു ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്തയും അവർക്കൊരു റിഗ്രറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. അതായത് ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള പെട്ടെന്നുള്ള റിയാക്ഷൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാതെ പോയതോ ഒക്കെ ആകാം ഈ ഒരു സെപ്പറേഷന് കാരണമായിട്ടുള്ള. അതുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നത്. ഞാൻ കുറച്ചും കൂടി ഒരു ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ ഓക്കെ ആക്കി കൊണ്ടാകാമായിരുന്നു എന്നൊരു ചിന്ത അവർക്കുള്ളതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവര് ഒരു തിരിച്ചറിവ് നേടുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് അവരുടെ ലൈഫിൽ അവര് ഇപ്പോൾ ഒരു തിരിച്ചറിവ് നേടുന്ന ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുമായിട്ടും വീണ്ടും ഒരു സംസാരിക്കാനുള്ള ഒരു ചെറിയ ആഗ്രഹം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് നമുക്ക് കാണുന്നുണ്ട്. അതാണ് ഈ പേജ് ഓഫ് വാൻഡ്സും 3 ഓഫ് കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു മെസ്സേജ് അയക്കണം എന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ പോകുന്നതായിട്ട്. പക്ഷെ വീണ്ടും ഇതൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന നിലയിൽ മാത്രമായിട്ട് തുടരണമോ എന്നവർ ആലോചിക്കുകയാണ്. അപ്പോൾ ഇപ്പൊ നിങ്ങൾ തമ്മിൽ ശരിക്കും ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കാം, ഒരു കപ്പിൾ റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കാം നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത്. ഇനി അത് ആ ഒരു ലെവലിലേക്ക് പോകണ്ട, ജസ്റ്റ് ഒരു ഫ്രണ്ട് എന്ന നിലയിൽ, വീണ്ടും ഒരു സുഹൃത്ത് എന്ന നിലയിൽ മാത്രം ഈ റിലേഷൻഷിപ്പ് തുടർന്ന് പോകാം എന്നവർ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടുള്ള എനർജീസ് നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ അവരുടെ ചിന്തകൾ ഇങ്ങനെ കുഴഞ്ഞു മറയുകയാണ്. വളരെയധികം ആശയക്കുഴപ്പം അവർക്കുണ്ടായിരുന്നുണ്ട്, കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്, ആൻസൈറ്റി, ടെൻഷൻ ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്ത് ഡിസിഷൻ എടുക്കണം എന്നൊരു തീരുമാനം അവർക്കില്ലാത്തതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതിലും ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് പഴയതുപോലെ റീസ്റ്റാർട്ട് ചെയ്ത് പോകാം എന്ന് അവർ ചിന്തിക്കുന്നു. മറ്റൊരു തരത്തിൽ ഒരു ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് എന്ന നിലയിൽ ഇത് കൊണ്ടുപോകാം എന്ന് ചിന്തിക്കുന്നു. ഇങ്ങനെ രണ്ട് രീതിയിൽ അവർ ചിന്തിക്കുന്ന എനർജീസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന വീൽ ഓഫ് ഫോർച്യൂണിന്റെ ഒരു കാർഡാണ്. ഇവിടെ ഈ ഒരു ഫെയ്ത്ത് അല്ലെങ്കിൽ വിധി ഇനിയും നിങ്ങളെ തമ്മിൽ ഒരു ബന്ധിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് വീണ്ടും നിങ്ങളെ ഒരുമിച്ച് ചേർക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോയി, ഇനി ഇതിന് ഒരു ഫ്യൂച്ചർ ഇല്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകാം. പക്ഷെ നമുക്കിവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. യൂണിവേഴ്സ് നിങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കും എന്നതാണ് നമുക്കിവിടെ ഫെയ്ത്ത് ആയിട്ട് കാണാനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്കിവിടെ പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒരു ഡിവൈൻ ടൈം വരുമ്പോൾ അതനുസരിച്ച് വീണ്ടും ഇതിനൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുകയും വീണ്ടും നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങൾ അവരിലേക്കും ഒരുമിച്ച് ചേരുകയും ചെയ്യും. അതൊരു റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ആകും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂണിന്റെ കാർഡിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ വരുന്ന മൂൺ കാർഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ 5 ഓഫ് വാൻഡ്സ്, 2 ഓഫ് സോർഡ്സ്. അപ്പൊ ഈ ഒരു 3 കാർഡും കൂടെ നോക്കിയിട്ട് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ അവരുടെ ഉള്ളിൽ വലിയൊരു, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ വളരെ ഒരു രണ്ട് കാര്യങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുന്നു. വളരെ ഒരു ഫൈറ്റ് തന്നെയാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അവർക്കൊരു പേടിയുണ്ട്, വീണ്ടും ഈ ഒരു ഹേർട്ട് ആകേണ്ടി വരുമോ, അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് കാരണം കൊണ്ടാണോ നിങ്ങൾ ഈ ഒരു സെപ്പറേഷനിലേക്ക് പോയിട്ടുണ്ട് ആ ഒരു കാരണങ്ങളൊക്കെ തന്നെ വീണ്ടും ഇതിന്റെ ഉള്ളിലേക്ക് വരുമോ. അതുപോലെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഈഗോസ് ഉള്ള വ്യക്തികളാണെന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഈഗോ ക്ലാഷസ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ ശരിയായ ഒരു തീരുമാനം എനിക്ക് എടുക്കാൻ പറ്റുമോ ഓരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ട ഈ റിലേഷൻഷിപ്പിന്റെ പല പല ഘട്ടങ്ങളിൽ പല പല പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എനിക്കൊരു തീരുമാനം എടുക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ, ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിന് ഡിസേർവ്ഡ് ആണോ എന്ന് വരെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്ന എനർജീസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം അവരിപ്പോൾ അവരുടെ ഒരു ഹൃദയം പറയുന്നതും അതുപോലെ തന്നെ മൈൻഡ് പറയുന്നതും രണ്ട് കാര്യങ്ങൾ. ഒരു സൈഡിൽ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയും മറ്റേ സൈഡിൽ ഫീലിങ്സുകൾ വെച്ച് ചിന്തിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ രണ്ട് രീതിയിൽ ചിന്തിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധം തന്നെയാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാർഡ് നമുക്ക് ടെമ്പറൻസ് കാർഡാണ്. അപ്പോൾ ഈ ഒരു കാർഡിൽ വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. പക്ഷെ ആക്ഷനായിട്ട് ഒന്നും ചെയ്യുന്നില്ല, പ്രാക്ടിക്കലായിട്ട് ഇവരൊന്നും ചെയ്യുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിനുള്ളിൽ ഫീലിങ്സുകൾ നോക്കുമ്പോൾ ഒത്തിരി മിസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ടൈം എടുത്ത് ഈ റിലേഷൻഷിപ്പിൽ ബാലൻസ് കണ്ടെത്താനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്ന എനർജീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു റീയൂണിയൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യത എടുത്ത് പറയാനായിട്ട് പറ്റും. കാരണം നമുക്കിവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്, അതുപോലെ ടെമ്പറൻസ് കാർഡ്, ഒരു റീയൂണിയൻ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അത് പെട്ടെന്നൊരു റീയൂണിയനിലേക്കൊന്നും ഈ റിലേഷൻഷിപ്പ് പോകാൻ യാതൊരു ചാൻസും ഇല്ല. വളരെ സ്ലോലി ഒരു മെച്യൂർ ആയ രീതിയിൽ മാത്രമാണ് ഒരു റീയൂണിയനിലേക്ക് ഈ റിലേഷൻഷിപ്പ് പോകുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം
ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ അവർ നിങ്ങളെ ഡീപ്ലി മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവർക്കിപ്പോൾ അവരുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും അവരെക്കുറിച്ചും ഒക്കെ അവർ വിലയിരുത്തി ഇപ്പോഴാണ് ഒരു ക്ലാരിറ്റി വന്നുകൊണ്ടിരിക്കുന്നത്. അവർ ആ ഒരു ക്ലാരിറ്റി നേടിയതിന് ശേഷം ഉറപ്പായിട്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള സാധ്യത നമുക്കിവിടെ കാണുന്നു. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അവർ കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ കുറച്ച് പേടിയും ഈഗോസൊക്കെ അതിനൊരു തടസ്സമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു ഡിവൈൻ ടൈം വരുമ്പോൾ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയും അതനുസരിച്ച് വീണ്ടും ഒരു ചാൻസ് നിങ്ങളിലേക്ക് വരികയും ചെയ്യും എന്നുള്ളതാണ്. റീയൂണിയന് ഉള്ള ഒരു ചാൻസ് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുമോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് ഈ ഒരു സെയിം കാർഡുകൾ വെച്ചിട്ടാണ് യൂണിവേഴ്സ് ഗൈഡൻസ് നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഏസ് ഓഫ് സോർഡ്സ് ഉണ്ട്, അതുപോലെ ടെമ്പറൻസ് ഉണ്ട്. ഈ രണ്ട് കാർഡുകളുടെ എനർജിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വരുന്നത്. ആ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് റിയാക്ട് ചെയ്യാതെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. ഒരു കാര്യങ്ങൾ വന്നാൽ റിയാക്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ സാധാരണയായിട്ട് നമുക്ക് ഇമോഷൻസിൽ നിന്ന് ഉടനെ വരുന്ന ഒരു പ്രതികരണമാണ് റിയാക്ട് എന്ന് പറയുന്നത്. അതായത് ഉടൻ പ്രതികരിക്കുക എന്നാൽ ചിന്തിക്കാൻ സമയമെടുക്കാതെ ഒരു മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ഹേർട്ടായിട്ട് പെട്ടെന്ന് നമ്മൾ പ്രതികരിക്കുക, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ഈഗോ ഹേർട്ടാകുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ പെട്ടെന്ന് റിപ്ലൈ ചെയ്യുക. ഇതാണ് റിയാക്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിൽ അവരിപ്പോൾ റിപ്ലൈ അയക്കാനൊക്കെ വൈകിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എനിക്കിനി മെസ്സേജ് ഒന്നും അയക്കണ്ട എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്ത് പോവുക, കോപത്തിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ദേഷ്യത്തിൽ പോയിട്ട് സ്റ്റാറ്റസ് ഒക്കെ ഇടുക, അതുപോലെ തന്നെ ഒട്ടും ചിന്തിക്കാതെ വളരെയധികം ലോങ് പാരഗ്രാഫായിട്ട് ടൈപ്പ് ചെയ്ത് അയക്കുക, ആ ഒരു രീതിയിൽ. അതൊക്കെയാണ് റിയാക്ട് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ചെയ്യരുത് എന്നാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ചിന്തിച്ച് മറുപടി നൽകുന്നതിനാണ് റെസ്പോണ്ട് എന്ന് പറയുന്നത്. റെസ്പോണ്ട് ചെയ്യുമ്പോൾ കാമായിട്ട് ഒരു ക്ലാരിറ്റിയോടെ റിപ്ലൈ നൽകുന്നതാണ്. അപ്പോൾ ഇമോഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അത് കൺട്രോൾ ചെയ്ത് സിറ്റുവേഷൻ മനസ്സിലാക്കി സംസാരിക്കാനോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കാനോ വിളിക്കാനോ ഒക്കെ ആ ഒരു രീതിയിൽ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവരുടെ ഒരു റിപ്ലൈ വൈകി കഴിഞ്ഞാൽ കൂടി ചിലപ്പോൾ ബിസി ആയിരിക്കാം എന്ന് ചിന്തിച്ച് കാമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഇപ്പൊ അവർ വേദനിപ്പിക്കുന്ന പോലെ അല്ല ഹേർട്ട് ആവുന്ന പോലെയൊക്കെ തോന്നിയാൽ പിന്നീട് ഒരു സമാധാനത്തിലേക്ക് മാറിയതിനു ശേഷം അതിന് റെസ്പോണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ചിന്തിച്ചതിന് ശേഷം സംസാരിക്കുന്നതും ചിന്തയില്ലാതെ പെട്ടെന്ന് ആ ഒരു ദേഷ്യത്തിൽ സംസാരിക്കുന്നത്. അപ്പോൾ ആ പെട്ടെന്ന് ആ ദേഷ്യത്തിൽ സംസാരിക്കുന്ന റിയാക്റ്റ് ആണ്. അത് ചെയ്യാതിരിക്കുക, റെസ്പോണ്ട് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് നമുക്കിവിടെ മെയിൻ ആയിട്ടും പറഞ്ഞു തരുന്ന ഒരു യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, പിന്നെ വരുന്നത് ആദ്യം തന്നെ നിങ്ങളോട് തന്നെ ചോദിക്കണം, ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ സെപ്പറേഷനിലാണ് നിൽക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും വേണോ എന്നുള്ളൊരു കാര്യം നിങ്ങളോട് തന്നെ ചോദിച്ചിട്ട് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യുന്നത് ആ വ്യക്തിയെ മിസ് ചെയ്യുന്നുണ്ടോ, ആ വ്യക്തിയുടെ ഓർമ്മകൾ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി നേടിയെടുക്കുക. ഇമോഷൻസിൽ നിന്നല്ല ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. ഒരു ക്ലാരിറ്റിയിൽ നിന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കണം. ഇമോഷൻസ് നമുക്ക് എപ്പോഴും ഉണ്ടാകും. നമ്മൾ ഒരുമിച്ച് ചേർന്ന് പോയിട്ടുള്ള വ്യക്തികളാകുമ്പോൾ നമുക്ക് എപ്പോഴും ആ ഒരു വ്യക്തികളോട് ഫീലിങ്സും ഇമോഷൻസും ഉണ്ടാകും. പക്ഷെ ആ ഒരു ഇമോഷൻസ് വെച്ച് നമ്മൾ ഒരിക്കലും ഒരു തീരുമാനം എടുക്കരുത്. ഞാനെന്ന വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വേണോ, അല്ലെങ്കിൽ എന്നെ ഈ ഒരു പേഴ്സന്റെ ഭാഗത്തു നിന്ന് എനിക്ക് എന്തെങ്കിലും പ്രയോറിറ്റി കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ എന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തിയെ സെയിം പാർട്ട്ണർ എന്ന രീതിയിൽ ഗീവ് ആൻഡ് ടേക്ക് റെസ്പെക്ട് ഇതൊക്കെ എനിക്ക് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് ഇതിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു സേഫ് ആണോ, ഞാൻ കംപ്ലീറ്റ് ആകുന്ന പോലെ അല്ലെങ്കിൽ എനിക്ക് ഹാപ്പിനെസ് വരുന്ന പോലെ ഒക്കെ എനിക്ക് തോന്നുന്നുണ്ടോ, എനിക്ക് ഇതിൽ നിൽക്കുന്നത് എന്നെ സംബന്ധിച്ച് ഒരു ഗ്രോത്ത് ഉണ്ടാകാനുള്ള എന്തെങ്കിലും ഒരു ചാൻസസ് ഇതിൽ നിന്നുണ്ടോ എന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക, ഒരു ക്ലാരിറ്റി നേടിയെടുക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുക. അതിനുശേഷം മാത്രം ഒരു ഡിസിഷൻ എടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഈ ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളെല്ലാം ഓക്കെ ആണ് എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ മാത്രം ഈ റിലേഷൻഷിപ്പ് തുടർന്ന് മുന്നോട്ട് പോകാം എന്നുള്ള തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു ഹീലിങ്ങിനാണ് എപ്പോഴും നിങ്ങൾ ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ വേദന വിഷമമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഹേർട്ട് അവർ ഇങ്ങോട്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒത്തിരി ഹേർട്ട് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പെരുമാറ്റങ്ങൾ നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാകാം. അതൊക്കെ ഹീൽ ചെയ്യണം. അപ്പോൾ ആ ഒരു പഴയ ഊൺസ് ഒക്കെ ഹീൽ ചെയ്യാതെ വീണ്ടും ഒരു റീയൂണിയൻ വന്നാലും വീണ്ടും ആ ഒരു സെയിം സൈക്കിളിലേക്ക് തന്നെ പോകും. നിങ്ങൾ വീണ്ടും സെപ്പറേഷനിലേക്ക് പോകേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് മെഡിറ്റേഷൻസ് ചെയ്യുക, അതുപോലെ പ്രേയേഴ്സ് ചെയ്യുക, സ്പിരിച്വൽ പരമായ കാര്യങ്ങളിലേക്കൊക്കെ മാറുക, ഒരു
മൈൻഡ് ഒന്ന് കാമാക്കാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ സഹായിക്കും എന്നാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ പേഷ്യൻസും ബാലൻസും അത് എപ്പോഴും നമുക്ക് അത്യാവശ്യമാണ്. ഇപ്പോൾ അവരെ ചേസ് ചെയ്യരുത് എന്നുള്ളതാണ് ഈ ഒരു സെപ്പറേഷനിൽ. ഒരിക്കലും അവരെ ചേസ് ചെയ്യരുത് എന്നാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. റിപ്പീറ്റഡ് ആയിട്ടുള്ള മെസ്സേജസ് അയക്കുക, പ്രഷർ കൊടുക്കുക, ഇമോഷണലി അവരെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഇതൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ ഒരു കാം എനർജി മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിങ്ങൾ നിൽക്കുമ്പോൾ തന്നെ അവിടെ ഒരു അട്രാക്ഷൻ കൂടും എന്നാണ് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ്. അതുപോലെ തന്നെ ഇവിടെ ഒരു മൈൻഡ് ഗെയിംസ് അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നൊരു യൂണിവേഴ്സൽ മെസ്സേജ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒത്തിരി ആളുകൾ ജലസ് ഉണ്ട്, അസൂയുണ്ട്, അല്ലെങ്കിൽ പൊസസീവ്നെസ് ഉള്ളതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഒരു ഇൻഡയറക്റ്റ് രീതിയിൽ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുക എന്നൊക്കെ പറയാം. ഈഗോ ഉണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ, അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുക എന്നുള്ള ഒരു രീതി. അപ്പോൾ ഇതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. സിറ്റുവേഷൻസ് കൂടുതൽ അത് കോംപ്ലിക്കേറ്റഡ് ആക്കാനേ അത് സഹായിക്കുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ സെൽഫ് ഗ്രോത്ത് ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ കരിയർ, ഹെൽത്ത്, കോൺഫിഡൻസ്, പേഴ്സണൽ ഹാപ്പിനെസ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അത് നിങ്ങളെ കൂടുതൽ ഗ്ലോ ചെയ്യിപ്പിക്കും. അത് ഒരു ന്യൂട്രലി അട്രാക്ഷൻ നിങ്ങളിലേക്ക് കൊണ്ടുവരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ പിന്നെ ഈ ഒരു പേഴ്സണെ കോണ്ടാക്ട് ചെയ്യണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു സമാധാനം അല്ലെങ്കിൽ നിങ്ങളൊരു കാമായി ഇരിക്കുകയാണ്, ആ ഒരു രീതിയിലൊക്കെ നിങ്ങളുടെ മൈൻഡ് വന്നു കഴിയുമ്പോൾ നിങ്ങളൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ലി മെസ്സേജ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് അയക്കാം എന്നുള്ളതാണ്. അല്ലാതെ അവരെ ചേസ് ചെയ്യരുത് എന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്കിവിടെ മെസ്സേജസ് കിട്ടുന്നുണ്ട്. പക്ഷെ ചിലർക്കൊക്കെ ഒരു ആൻസൈറ്റിയോ അങ്ങനെ ഡിപ്രഷനോ അല്ലെങ്കിൽ വിഷമങ്ങളോ ക്യൂരിയോസിറ്റിയോ ഒക്കെ അവരെന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ അങ്ങനെയൊക്കെയുള്ള ഇത് വരുമ്പോൾ നമുക്ക് അവരെ ചേസ് ചെയ്ത് പോകാനായിട്ടുള്ള ടെൻഡൻസി കൂടും. ആ ഒരു സമയത്ത് ഈ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് കുറച്ചിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. വീണ്ടും നമുക്ക് ഫൈനലായ ഓവറോൾ എനർജി എന്ന് പറയാൻ പറ്റുന്നത് ഒരു കാമായിരിക്കുക, അതുപോലെ സെൽഫ് റെസ്പെക്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു സമയത്തിനെ ട്രസ്റ്റ് ചെയ്യുക, ഓവർ തിങ്കിങ് ഒഴിവാക്കുക. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സമയത്ത് ഒന്ന് സെറ്റായിട്ട് മുന്നോട്ട് പോകാനായിട്ട് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്ന ഗൈഡൻസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്യാതിരിക്കുക, റെസ്പോണ്ട് ചെയ്യുക എന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ചെയ്യേണ്ടുന്ന കാര്യമായിട്ട് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് ഒരു ഫൈറ്റുകൾ ഉണ്ടാകാനുള്ള ഒരു വഴി വെക്കും എന്നുള്ളതാണ്. നമ്മൾ പെട്ടെന്ന് ദേഷ്യത്തിൽ പറയുന്ന വാക്കുകൾ അവരെ ഹേർട്ട് ചെയ്യും. അപ്പോൾ അവരും പെട്ടെന്ന് ദേഷ്യത്തിൽ ഇങ്ങോട്ട് പറയും. അങ്ങനെ ഒരു ഫൈറ്റുകൾ ഉണ്ടാകാനുള്ള വഴി കൂടും എന്നുള്ളതാണ്. പിന്നെ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൂടും. കാരണം നമ്മൾ ഒന്ന് കാമായതിനു ശേഷം നമ്മൾ ചിന്തിച്ച് പറയേണ്ട വാക്കുകൾ മാത്രം ഉപയോഗിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. അവിടെ ഹേർട്ട് ഉണ്ടാകുന്നില്ല ഒരു പേഴ്സണ്. കാര്യം എന്താണ് എന്നുള്ളത് മാത്രമാണ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പേഴ്സണ് കഴിയും എന്നുള്ളതാണ്. പിന്നെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റിയാക്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ഒരു ദേഷ്യത്തിൽ നിന്നാകാം, അല്ലെങ്കിൽ നമ്മുടെ ഈഗോ ജയിക്കാൻ വേണ്ടിയിട്ടാകാം, അങ്ങനെ എന്തുമാകാം, ഒരു പൊസസീവ്നെസ്സിൽ നിന്നാകാം. അപ്പോൾ ആ ഒരു രീതിയിൽ റിയാക്ട് ചെയ്യുമ്പോൾ ആ ഒരു നെഗറ്റീവിലേക്കാണ് എപ്പോഴും കൊണ്ടുപോവുക എന്നുള്ളതാണ്. പിന്നെ റെസ്പോണ്ട് ആകുമ്പോഴത്തേക്കും കുറച്ച് മച്യൂരിറ്റി നിങ്ങൾക്ക് വന്നതുപോലെ ഒരു ഫീലിങ്സ് കിട്ടും. അത് നിങ്ങളുടെ ഒരു ക്യാരക്ടറിനെ ഗ്ലോ ചെയ്യാനായിട്ടും നിങ്ങൾക്ക് കൂടുതൽ അട്രാക്ഷൻ കൊണ്ടുവരാനായിട്ടും നിങ്ങളുടെ ക്യാരക്ടറിലെ പോസിറ്റീവ് എനർജി എടുത്തു കാണിക്കാനായിട്ടും ഒക്കെ ഉപകാരപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു റിലേഷൻഷിപ്പ് ആയാലും, ഈ ഒരു റിലേഷൻഷിപ്പ് മാത്രമല്ല, നമ്മൾ ഏതൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പിലായാലും നമ്മൾ ഒരാൾക്ക് റിപ്ലൈ നൽകുന്നതിന് മുൻപ് ഒരു 10 സെക്കൻഡ്സ് നമ്മൾ പോസ് ചെയ്യുക. എന്നിട്ട് ഇത് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ഞാൻ ഇമോഷനിൽ നിന്ന് പറയുന്നതാണോ അല്ലെങ്കിൽ എനിക്കൊരു ക്ലാരിറ്റിയിൽ നിന്ന് ഞാൻ പറയുന്നതാണോ എന്ന് സ്വയം ചോദിച്ചതിന് ശേഷം മാത്രം അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾ സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. 1986 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ലെറ്റർ യു നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റെഡ് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. 1980 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. 1988, നമ്പർ 28, നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 23, ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയാണ് പിന്നീട് നമുക്ക് വരുന്നത്. ഓക്കെ, മോൾ ഓൺ റൈറ്റ് ചീക്സ്, റൈറ്റ് സൈഡിൽ കവിളിലും മറുകളിലെ വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 1992 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 1 മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയാണ്. ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ.
മോൾ ഓൺ ലെഫ്റ്റ് ചീക്സ്, ലെഫ്റ്റ് സൈഡിലെ കവിളിൽ മറകളുള്ള വ്യക്തികളാണ് ചാൻസ് ഉണ്ട്. ഡാൻസ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ടീച്ചർ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടുമോറോ ഒരു പോസിബിലിറ്റി ആണ്. ക്രിക്കറ്റ്, 1982, ഷോർട്ട് ടെമ്പർ, ലെറ്റർ ആർ, ട്രൂ ലവ്, ലെറ്റർ ജെ, 1982 എന്ന് പറയുന്നൊരു വർഷം വീണ്ടും നമുക്ക് വരുന്നുണ്ട്. വൈറ്റ് ബട്ടർഫ്ലൈസ്, ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ വൈറ്റ് ബട്ടർഫ്ലൈസ് കാണുന്ന ഒരു സമയമായിരിക്കാം എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൊക്കെ കാണുന്നുണ്ടായിരിക്കാം വൈറ്റ് ബട്ടർഫ്ലൈസ് ഒത്തിരി അധികമായിട്ട്. നമ്പർ 22 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓറഞ്ച് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ. ഇടുക്കി ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2 വീക്സ് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി വരുന്നുണ്ട്. അതുപോലെ നമ്പർ 40, എബ്രോഡുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എബ്രോഡുള്ള ആളായിരിക്കാം. ലെറ്റർ ഐ നമുക്ക് കിട്ടുന്നുണ്ട്. യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. സപ്പോർട്ടീവ്, വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ലെറ്റർ എഫ്. നമ്പർ 30, ക്രേസ് ഓൺ വെഹിക്കിൾസ്, വണ്ടികളോടെ ക്രേസ് ഉള്ള വ്യക്തിയാണ് ചാൻസ് ഉണ്ട്. ഗെയിമിംഗ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 52, 1988, ലെറ്റർ ജി. പെറ്റ് ലവേഴ്സ്, പെറ്റിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാം. ലെറ്റർ പി. ദിസ് മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്.